ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ കഥ തുടരുകയല്ലേ. നമ്മൾ ഡേ 1 ഇനി എവിടേക്കാ പോയെന്നും എല്ലാം ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതാണ് എൻ്റെ ഡേ 1 കോസ്റ്റ്യൂം. സോ നമ്മൾ ഇന്ന് മണാലി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വന്നിട്ട് പറയാം. ബൈ. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരെ കണ്ടോ സ്നോ മൗണ്ടെയിൻ കാണാമേ. കണ്ടോ കണ്ടോ. പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഈ നിൽക്കുന്നതാണ് ദേവി, നമ്മുടെ ട്രാവൽ ബഡിയാണ്. ദേവു എന്ന് ഞങ്ങൾ വിളിക്കും. അപ്പൊ ദേവു ഞങ്ങൾക്ക് ഇന്നത്തെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എവിടേക്കാണ് പോകുന്നുള്ളത് പറഞ്ഞുതരാണ്. ദേവുവിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് നവീൻ ഭയ്യ. പുള്ളിയാണ് ഈ ഒരു ട്രിപ്പിലുടനീളം നമ്മളുടെ ഗൈഡായിട്ട്, ലോക്കൽ ഗൈഡായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത്. ഇതിലത്തെ ഒരു വണ്ടി ഓടിക്കുന്നതും പുള്ളി തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഹഡിംബ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം വേറെ കുറച്ച് സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ഫസ്റ്റ് ഹഡിംബ ടെമ്പിൾ കണ്ടിട്ട് നമുക്ക് മണാലി. നമ്മൾ മണാലി കാണുമ്പോൾ എപ്പോഴും കാണിക്കുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ഒരു ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് എനിക്ക് ഉറപ്പില്ല. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ബ്രിഡ്ജ് പോലെ തോന്നി. നമ്മളിപ്പോ ഹഡിംബ ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹഡിംബ ടെമ്പിൾ ആണ്. അപ്പൊ അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് ഇപ്പൊ നമുക്ക് പോയി അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ബഡ്ഡി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറെ അവിടുത്തെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ പേഴ്സണൽ ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ബാക്കി ഫുഡ്, അതുപോലെ തന്നെ ഇപ്പൊ ഈ നമ്മളെ ലോക്കൽ ട്രാവൽ, ഇതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കിത് മറ്റോടത്ത് ചെയ്യാം. സൊലങ് വാലി ചെയ്യും. ഇവിടെ ചെയ്യണ്ട. ഇവിടെ അതിനെ കൊണ്ട് നടക്കാൻ വലിയ രസമുണ്ട്. ഇവിടുത്തെ മണാലിയിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാന്നുള്ളത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളും അത് ചെയ്തു. വിത്ത് ബാസ്കറ്റ് 30 റുപ്പീസ് ആയിരുന്നു. പക്ഷെ ഈ ടെമ്പിളിന്റെ അകത്തോട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെയും കുറച്ച് റേറ്റ് വാങ്ങിക്കുന്നുണ്ട്. 100 റുപ്പീസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലത്തും പല റേറ്റ് ആണ് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ എന്തായാലും വിത്ത് ബാസ്കറ്റ് 30 റുപ്പീസ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഹഡിംബ ടെമ്പിള്. ഇതിന്റെ ചരിത്രം അറിയാത്തവർക്ക് ഞാനൊരു കഥയായിട്ട് പറഞ്ഞുതരാം. കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. മഹാഭാരതത്തിലെ ഹിഡിംബിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഹഡിംബ എന്ന് പറഞ്ഞ ടെമ്പിള്. ഹിഡിംബ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അസുരനെ ഭീമൻ വധിച്ചതിന് ശേഷം ഈ അസുരന്റെ അനീതിയായിരുന്നു ഹിഡിംബി. ഹിഡിംബിനെ ഭീമൻ വിവാഹം ചെയ്യുകയും അവർക്ക് അതിലൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്യും. കടോൽഖജൻ എന്നായിരുന്നു പേര്. അപ്പോൾ കടോൽഖജനെ ഭീമനെ ഏൽപ്പിച്ചതിന് ശേഷം ഹിഡിംബി ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വനവാസ കാലത്ത് പാണ്ഡവര് താമസിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഭീമനും അനുജരും കൂടി വനവാസ കാലത്തിന് ശേഷം മണാലി വിട്ടതിന് ശേഷം ഹിഡിംബി ഇവിടെ ധ്യാനത്തിലിരിക്കുകയും പിന്നീട് ഇവിടുത്തെ വനദേവതയായി മാറുകയും ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ 1553 കുളുവിന്റെ രാജാവായിട്ടുള്ള ബഹദൂർ സിംഗ് ആണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അപ്പോൾ ഹിഡിംബിയുടെ വിഗ്രഹമായിട്ടല്ല ഇവരോട് ആരാധിക്കുന്നത്, ഹിഡിംബിയുടെ പാദങ്ങളാണ് ഇവിടെ ആരാധിക്കുന്നത്. ഹേ ജവാനി ഹേ ദിവാനി എന്നുള്ള മൂവി ഉണ്ടല്ലോ, രൺബീറിന്റെയും അതുപോലെ തന്നെ ദീപികയുടെയും പടം. അപ്പോൾ ആ മൂവി കണ്ടവർക്കൊക്കെയും ഈ ഒരു ടെമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. അവർ ഈ ടെമ്പിളിന്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ടുള്ള കുറച്ച് പാർട്സ് ഒക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടെമ്പിൾ അന്ന് മുതലേ ഞാൻ നോക്കി വെച്ചിരിക്കുന്നതാണ്, ഈ ടെമ്പിൾ വന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ഈ ട്രിപ്പിലൂടെ ഈ ഒരു ടെമ്പിൾ വന്ന് കാണുക എന്നുള്ളത് ആഗ്രഹം സഫലമായിരിക്കുകയാണ്. ഭയങ്കര രസമില്ല ഈ ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത് ഇത് പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ സിമിലർ ഒരു ഫ്ലവർ തന്നെയാണ്, കുറച്ചും കൂടി വലിയ ഫ്ലവറാണ്. ആപ്പിളിൻ്റെ ചെടി ഉണ്ടല്ലോ, ആപ്പിളിൻ്റെ ചെടിയല്ല, ആപ്പിളിൻ്റെ മരം, അത് പൂക്കുമ്പോഴും ഇങ്ങനത്തെ തന്നെ ഒരു ഫ്ലവറാണ്. അപ്പോഴായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ഇത് പ്ലം ആണോ അതോ മീൻസ് ആപ്പിൾ ആണെന്നുള്ള കാര്യം. ഇനി ഇവിടെ സ്നോ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 21 പോയിട്ടുണ്ടായിരുന്നത്. 21 പോയി 22 ഞങ്ങൾ പോകുന്നത്. അപ്പോൾ 19 ഇവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു. ഫുള്ള് ഈ ടെമ്പിൾ മൊത്തം ഫുൾ സ്നോ വീണ് കിടക്കുമായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ സ്നോ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സ്നോഫോൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നമ്മൾ പോയ ദിവസമൊന്നും സ്നോഫോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്നോയും കാണാൻ പറ്റി അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നത്. ഈ ടെമ്പിളിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദാരു മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ഹഡിംബ ടെമ്പിൾ എന്ന് പറയുന്നത്. അതും ഈ ഒരു ടെമ്പിളിന്റെ ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. അവിടെ ഇവിടെ കണ്ടോ കുറേ പേര് നമ്മുടെ മണാലി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. ബോയ്സിനും ഉണ്ട് കേട്ടോ അവരുടേതായിട്ടുള്ള ഡ്രസ്സ്. പക്ഷേ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 100 റുപ്പീസാണ്. പക്ഷെ നമുക്ക് ഡ്രസ്സ് ചെയ്ത് കിട്ടിയത് 30 റുപ്പീസിനായിരുന്നു വിത്ത് ബാസ്ക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്തും പല റേറ്റാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്.
ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മുയലായിരുന്നു കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇതായതുകൊണ്ടായിരുന്നു അവരുടെ അതിൻ്റെ ആ പൂടിയൊക്കെ കണ്ടോ ഭയങ്കര ഇങ്ങനെ തിക്കായിട്ട്. ഞങ്ങൾ ഇതിനെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 50 റുപ്പീസാണ് ഞങ്ങളുടെ ഇത് വാങ്ങിച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന്. പക്ഷേ വേറെ കുറേ സ്ഥലത്ത് നമ്മൾ പോയ സമയത്ത് 30 റുപ്പീസ് 25 റുപ്പീസ് പല പല സ്ഥലത്തും പല പല റേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഹഡിംബ ടെമ്പിളിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് തോന്നുന്നു ഒരു റേറ്റ് കൂടുതൽ വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രസ്സ് വാങ്ങിക്കുന്ന സംഭവമാണെങ്കിലും പുറത്ത് റേറ്റ് കുറവായിരുന്നു, ഇവിടെ അകത്ത് കൂടുതലായിരുന്നു കേട്ടോ. ഒരു ചേച്ചി അവിടെ ക്രോഷ്യ വെച്ചിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, കാരണം വില ഭയങ്കര കൂടുതലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേ ബി ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടുതൽ. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കാൻ നിന്നില്ല. നമ്മൾ എന്തായാലും ഈവനിങ് ഷോപ്പിന് പോകുന്നുള്ളതുകൊണ്ട്. ഇത് ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് കുറച്ച് സ്നോ ഒക്കെ വീണ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ക്ലബ് ഹൗസ് പോലത്തെ എന്തൊരു സംഭവമാണ്, മണാലിയിലെ ക്ലബ് ഹൗസാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ട് താഴത്തോട്ട് പോയി കഴിഞ്ഞൊരു ചെറിയൊരു റിവർ ഉണ്ട്. ബിയാസ് റിവറിൻ്റെ തന്നെ ഇതാണെന്ന് തോന്നുന്നു, ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാത്തിനും ഭയങ്കര വില കൂടുതലായതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കാൻ നിന്നില്ല. ഇതൊരു ക്ലബ് ഹൗസാണ്. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള ഷോപ്പിംഗ് സ്ഥലങ്ങളും അതുപോലെ തന്നെ ഐ തിങ്ക് അവിടെ എന്തോ റിവർ ഫോട്ടോഗ്രാഫി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പോയിട്ട് നോക്കണം. കുറച്ച് പേര് ഇവരെ ഷോപ്പിംഗ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മറ്റേത് വെച്ചേ, ഇനി മറ്റേത് വെച്ചേ. ആ എനിക്ക് മറ്റേത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ. ആ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആക്ച്വലി കുറച്ചൊക്കെ ഫോട്ടോസ് എടുക്കുകയാണിത്. ഇത് ക്ലബ് ഹൗസിൻ്റെ അടുത്തുള്ള ഒരു റിവർ ഏരിയ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം സ്നോ ഉണ്ട്. നമ്മുടെ കൂടെ വന്ന എല്ലാവരും അവിടെ ഫോട്ടോ സെഷനിലാണ്. ഇതെന്തിനാണോ അവർ ഈ പാർക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു പൊട്ടിപ്പൊളിഞ്ഞ സാധനം ഇവിടെ വെച്ചേക്കുന്ന? ഡ്രാഗണോ ഡിനോസറോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു. ഇത് നോർമൽ കാണുന്ന ഒരു മൊണാസ്ട്രി പോലെ തന്നെ, അങ്ങനെ ഭയങ്കര ഡിഫറൻസ് സംഭവമൊന്നും പറയാനില്ല. ഞാനൊരു മസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും പറയില്ല മണാലിയിൽ ഇത്. പക്ഷേ ഹഡിംബ ടെമ്പിൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇതൊരു മസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന അത്രയും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും അവിടെ കണ്ടില്ല. നോർമൽ ഒരു എന്താ പറയുക, ഒരു മൊണാസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂർഗിൽ പോകുന്ന അത്രയും ഉള്ളതൊന്നും ഇവിടെ ഇല്ല. ഒരു നോർമൽ ഒരു സംഭവം. കുറച്ച് ടിബറ്റൻ ആൾക്കാരെ പോലെ തോന്നിക്കുന്നവർ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ഇതിൻ്റെ ചുറ്റും നടന്നിട്ട് ആ ഒരു കൊന്ത പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഉരുട്ടി പലരും നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അത് ചെയ്തുകൊണ്ട് നടന്നു. ഇതിൻ്റെ എന്താ അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അർത്ഥം അറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വൻ വിഹാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഭയങ്കര കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് ഫുൾ ദേവദാരു മരങ്ങളായിരുന്നു ഫുള്ളുണ്ടായിരുന്നത്. അതിൽ ഒരു എന്താ പറയുക, ഒരു പാർക്ക് പോലത്തെ ഇതാണ്, ഒരു ഫോറസ്റ്റ് പാർക്ക് പോലത്തെ ഇതാണ്. ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പാർക്ക് ഏരിയ ആയിരുന്നു അത്. എല്ലാവരും അവിടെ ഒരു ഈവനിങ് ഇതിന് വേണ്ടിയിട്ട് വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈവനിങ് ഒരു സമയപ്പോൾ അങ്ങനെ ഒരു സമയമായപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്.
മാഡം ഏത് ചായ കുടിക്കാൻ പോകുന്നത്? മഡ്കാറ്റി. കുറച്ച് സ്റ്റെപ്പുകൾ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ബോട്ടിംഗ് ഏരിയ ഉണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ സൊവനിയറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് എന്തെങ്കിലും സൊവനിയർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ കടയിൽ ചെന്നിട്ട് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും ഇല്ല. അവിടെയും ക്രോഷ്യ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഷോപ്പ് ആയതുകൊണ്ട് ഇവിടെ റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കണ്ടിട്ട് എനിക്ക് അത്ര റേറ്റ് കുറവൊന്നും തോന്നിയില്ല. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഇതാണ് മണാലി മോൾ റോഡ്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈവനിങ് ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചകളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ഇനി മോൾ റോഡ് എക്സ്പ്ലോർ ചെയ്യുക, ഇവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡിന്നർ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ സ്റ്റേയിൽ തന്നെയാണ് ഡിന്നർ ഉള്ളത്. പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തീർത്തും അവശതയായിട്ട് നമ്മുടെ സ്റ്റേയിലെത്തി. ഇന്നിപ്പോൾ ബോൺഫെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഇവിടെ എല്ലാവരും കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കും. നമുക്ക് 9 മണിക്കാണ് ഡിന്നർ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ നിന്ന് ചില്ലായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ആരുടെയും ഇൻട്രൊഡക്ഷനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാം ഈ ഒരു ഇതിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ തലേ ദിവസത്തെ രാത്രി അത്രയും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ കുറച്ച് ട്രാവലിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇൻട്രൊഡക്ഷൻ പറയാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല. അപ്പം എല്ലാം ഇന്ന് സെറ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ലേഡീസിന് ഗ്രൂപ്പുകളൊന്നും ഇല്ല, ട്രാവൽ ഗ്രൂപ്പുകളൊന്നും ആ സമയത്തില്ല. അപ്പോൾ ലേഡീസിന് ഇങ്ങനെ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്താൻ പറ്റണം എന്ന രീതിയിൽ ബിഗിൻ ചെയ്തതാണ് അപ്പുപ്പന്താടി. പിന്നെ ഡിമാൻഡ് കൂടിയപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി. പിന്നെ നമ്മൾ ഒരു ട്രാവൽ കമ്പനിയായി, രജിസ്റ്റേർഡ് ട്രാവൽ കമ്പനിയായി. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 ട്രാവലേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. 999th ട്രിപ്പാണ് നമ്മുടെ ഈ മണാലി. ഇപ്പൊ 1000 ട്രിപ്പ് ഒക്കെ ക്രോസ് ചെയ്തു. നമ്മുടെ ഈ ട്രിപ്പ് 999 ആണ്. വേറെയും ട്രിപ്സ് ഒക്കെ ഓൺഗോയിങ് ആണ്. സോ നമ്മളിപ്പോൾ 1000 ട്രിപ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ അപ്പുപ്പന്താടിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ അപ്പുപ്പന്താടിയിൽ വന്നു എന്ന് പറയാം. ഓക്കെ, ബിഫോർ ദാറ്റ് അപ്പുപ്പന്താടിയുടെ വേറൊരു കാര്യം കൂടെ പറയാം ഞാൻ. നമുക്ക് ഈ ലേഡീസ് ഓൺലി ട്രിപ്പിൽ നിന്ന് പിന്നെ ആൾക്കാരുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മളിപ്പോൾ മിക്സഡ് ഗ്രൂപ്പുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം കഴിഞ്ഞു. നമ്മളിപ്പോൾ റൂമിൽ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു, ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ഇനി നമുക്ക് നാളെ രാവിലെ 8:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നാളെ എങ്ങോട്ടാണ് പോകണമെന്നുള്ളതൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.